എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ഹീറോ ആവട്ടെ അവന്റെ ഇന്റേൺസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇപ്പൊ മാസ്റ്ററിനോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവാൻ ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കും. അവൻ അപ്പാപ്പൻ മാസ്റ്ററോട് പറയും, താങ്ക് യു സാറിന്റെ ട്രെയിനിങ് കൊണ്ടാണ് ഞാൻ ഇത്രയും ഡെവലപ്പ് ആയത്. അത് കേട്ടുടനെ ഇപ്പൊ അപ്പാപ്പൻ ഒരു സ്റ്റിക്ക് വെച്ച് അവന്റെ തലക്കിട്ടൊരു ഒറ്റയടി. നീ ഒരു കോപ്പും പഠിച്ചിട്ടില്ല, നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഫുൾ പവർ ഉപയോഗിച്ച് ആ ഹീറോ കില്ലറിനെ അവിടെ വെച്ച് കൊന്നു കളഞ്ഞേനെ. പക്ഷെ നീ സ്വന്തം പവർ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടും ഒരുപാട് അടി വാങ്ങി കൈയും കാലും ഒടിച്ച് ഹോസ്പിറ്റലിൽ കിടന്നു. ഇനിയെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്ത് നല്ലൊരു സൂപ്പർ ഹീറോ ആയി വായോ എന്ന് പറഞ്ഞ് ഇപ്പൊ ഹീറോയെ പറഞ്ഞയക്കും. അപ്പൊ നമ്മുടെ ആള് ഇപ്പൊ ഒരുപാട് ആലോചിച്ച് മാസ്റ്ററിനോട് ഒരു ചോദ്യം കൂടെ ചോദിക്കും. ആക്ച്വലി മാസ്റ്റർക്ക് ഒരുപാട് കഴിവില്ലേ, ഇതിനോടകം ഒരുപാട് കാര്യങ്ങളും മാസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എവിടെയും മാസ്റ്ററിന്റെ പേരും ഡീറ്റെയിൽസും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോ അതിന് മാസ്റ്റർ പറയും, ആക്ച്വലി എനിക്ക് ഫേമസ് ആവുന്നതും ഓവർ പബ്ലിസിറ്റിയും ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് എന്റെ പവർ വെച്ച് ഇങ്ങനെ ഹാപ്പി ആയിട്ട് കറങ്ങി നടക്കണം. അതിനുവേണ്ടിയാണ് കഷ്ടപ്പെട്ട് സൂപ്പർ ഹീറോ ലൈസൻസ് പോലും ഞാൻ എടുത്തത്. അത് കേട്ട് ഹീറോ വീണ്ടും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇപ്പൊ മുൻപോട്ട് പോവും. ആക്ച്വലി അപ്പാപ്പന് നമ്മുടെ ചെക്കനെ ഒരുപാട് അങ്ങോട്ടേക്ക് ഇഷ്ടായി. ഇസുക്ക് പയ്യന്റെ പേഴ്സണാലിറ്റി അത് അടിപൊളിയാണെന്ന് പറഞ്ഞ് അപ്പാപ്പൻ അവന്റെ പിന്നാലെ പോയി അവന്റെ പേര് ചോദിക്കും. അതിനവൻ പറയും ഇസുക്ക്. അപ്പാപ്പൻ വീണ്ടും അവന്റെ പേര് ചോദിക്കുമ്പോ അവന് മനസ്സിലാവും അവന്റെ നോർമൽ പേരല്ല, മറിച്ച് സൂപ്പർ ഹീറോ പേരാണ് മാസ്റ്റർ ചോദിക്കുന്നതെന്ന്. ഹീറോ ഡേക്കു എന്ന് പറഞ്ഞ് ഇപ്പൊ വീണ്ടും തിരിഞ്ഞു നടക്കും. അത് കേൾക്കുമ്പോ അപ്പൂപ്പന് ഒരുപാട് ഹാപ്പിയായി. അപ്പൂപ്പനും തിരികെ വീട്ടിലേക്ക് പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നെക്സ്റ്റ് ഡേ US സ്കൂളില് നമ്മുടെ സ്റ്റുഡൻസ് അവരെല്ലാവരും തിരിച്ചെത്തി ഇന്റേണിനെ കുറിച്ച് പരസ്പരം സംസാരിക്കുകയാണ്. അപ്പൊ ചോപ്പനും സ്റ്റീൽമാനും ഇപ്പൊ ചപ്പർത്തലേനെ നോക്കി പൊട്ടിച്ചിരിക്കും. കാരണം ചപ്പർത്തലേന്റെ ഹെയർ സ്റ്റൈല് അതിപ്പോ പശു നക്കിയതുപോലായി. അത് കണ്ട് അവന്റെ ഫ്രണ്ട്സ് അവര് പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരിക്കും. അവന് കലി കയറി ഇപ്പൊ അവരെ കടിച്ചു തിന്നാനായിട്ട് ഓടിയെത്തും. ഡോറപ്പെണ്ണിനാണെങ്കില് അവളുടെ ഇന്റേണിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. ചുമരിലും ബാക്കി സ്റ്റുഡൻസിന്റെ ബട്ടക്സിലും ഇടിച്ച് അവള് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ വയലറ്റ് തലയൻ അവന്റെ ഇന്റേൺ മാഡത്തെ കുറിച്ച് പറയും. ആക്ച്വലി ഈ പെണ്ണുങ്ങൾക്ക് ഒരു നാണം ഇല്ലാന്ന് പറഞ്ഞ് അവനിപ്പോ കളവൊക്കെ വരച്ച് നഖമൊക്കെ കടിക്കാൻ തുടങ്ങും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ കാമിനാരി പയ്യൻ അവൻ ടോഡറോക്കെയും കണ്ണാടി പയ്യനെയും നോക്കി ഇപ്പൊ ഹീറോ കില്ലറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ ആ കില്ലറിനെ പുകഴ്ത്താൻ തുടങ്ങും. കാരണം ബാക്കിയുള്ള സ്റ്റുഡൻസ് അവരെല്ലാം കരുതിയിരിക്കുന്നത് നമ്മുടെ 3 ആശാന്മാരും ആ കില്ലറിന്റെ മുൻപില് പെട്ടുപോയി, അവസാനം എൻഡവറാണ് അവരെ രക്ഷിച്ചത് എന്നാണ്. കണ്ണാടി പയ്യനാണെങ്കില് അത് കേട്ട് സഹിക്കാൻ പറ്റില്ല. അവന് കലി കയറി അവൻ ദേഷ്യപ്പെട്ട് പറയും, എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയിരിക്കെ. നമ്മുടെ ചക്കൻ അവൻ ക്ലാസ് ഹെഡ് ആയതുകൊണ്ട് തന്നെ അത് കേട്ട് എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ സ്കൂളിന്റെ തൊട്ടടുത്തായി വലിയൊരു ഫാക്ടറി കാണിക്കും. അടുത്ത ട്രെയിനിങ് അതിപ്പോ ഈ ഒരു ഫാക്ടറിയിൽ വെച്ചാണ്. ഈ ട്രെയിനിങ്ങിന്റെ പേര് ഹീറോ റെസ്ക്യൂ ട്രെയിനിങ്. അത് കൊടുക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ചിരിക്കുട്ടൻ. ചിരിക്കുട്ടൻ അവൻ ആ ഫാക്ടറി മുഴുവനായിട്ടും നമ്മുടെ സ്റ്റുഡൻസിനെ കാണിച്ചു കൊടുക്കും. ചിരിക്കുട്ടൻ പറയും, ഞാൻ ഈ ഫാക്ടറിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചിരിക്കും. അപ്പൊ ആദ്യത്തെ 5 മെമ്പേഴ്സ് ഉള്ള ടീം അവരെന്റെ ശബ്ദം മനസ്സിലാക്കി കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. അങ്ങനെ ട്രെയിനിങ് അത് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ടീം അത് നമ്മുടെ ഹീറോയുടേതാണ്. അവരെല്ലാവരും ഇപ്പൊ റെഡിയായിട്ട് നിൽക്കും. ഇസക്കിന്റെ കൂടെ മത്സരിക്കുന്ന ബാക്കി 4 പേരും ഇപ്പൊ റെഡിയായിട്ട് നിൽക്കും. അവര് ചിരിക്കുട്ടന്റെ സൗണ്ട് അത് കേട്ടുടനെ ഇപ്പൊ സ്പീഡിൽ ഓടാൻ തുടങ്ങും. ഹീറോയുടെ കൂടെയുള്ള 4 പേരും നല്ല സ്പീഡിൽ ഉഷാറായിട്ട് ഓടുമ്പോ നമ്മുടെ ഹീറോയെ മാത്രം അവിടെ കാണില്ല. അപ്പോഴായിരിക്കും അവരൊരു കാഴ്ച കാണുക. ഹീറോ അവന്റെ പവർ കൺട്രോൾ ചെയ്ത് ഇപ്പൊ ചാടി ചാടി ഫുൾ ഓൺ പവറില് ചിരിക്കുട്ടനെ തേടി നടക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ഷോക്കാവും. ചിരിക്കുട്ടനാണെങ്കില് ഒരുപാട് സന്തോഷാവും. പക്ഷെ ചപ്രത്തലേന് അവനത് കണ്ട് ഇപ്പൊ അവന്റെ പല്ല് കടിക്കും. ഞാൻ വീണ്ടും അവന്റെ മുൻപിൽ തോറ്റുപോയെന്ന് പറഞ്ഞ് ചപ്രത്തലയൻ അവന്റെ വയറ്റില് ആഞ്ഞടിക്കും. ഇവിടെ ഹീറോ അവൻ ചാടി ഓടി എല്ലാവരെയും തോൽപ്പിച്ച് ഇപ്പൊ മുൻപിലെത്തും. പക്ഷെ എന്താ, ഒരു പൈപ്പിൽ ചവിട്ടി അവന്റെ കാല് വഴുതി അവൻ അടിച്ച് താഴെ വീഴും. അങ്ങനെ ഇത്തവണയും ലാസ്റ്റ് മിനിറ്റ് നമ്മുടെ ചെക്കൻ തോറ്റു. അവന്റെ ടീമിലുള്ള വേറൊരു പയ്യന് ഇപ്പൊ ഫസ്റ്റ് പ്രൈസ് കിട്ടും. ചിരിക്കുട്ടൻ അവൻ പതിയെ നടന്നു വന്ന് ഇപ്പൊ ഹീറോയോട് പറയും, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നിന്റെ ഇംപ്രൂവ്മെന്റ് കണ്ട് ഞാൻ ഷോക്കായി പോയി. എന്തായാലും നീ ക്ലാസ് കഴിഞ്ഞ്
എന്നെ വന്നൊന്ന് കാണണം. എന്നെക്കുറിച്ചും എന്റെ പവറിനെ കുറിച്ചും ചില കാര്യങ്ങള് നിന്നോട് പറയാനുണ്ട്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ വൈകിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഹീറോ അവൻ ചിരിക്കുട്ടന്റെ അടുത്തേക്ക് വരും. ചിരിക്കുട്ടൻ ഒരുപാട് ഗൗരവത്തില് കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ചിരിപ്പാണ്. ചിരിക്കുട്ടൻ ആദ്യം ആ ഒരു ഹീറോ കില്ലറിനെ കുറിച്ച് ഹീറോയോട് ചോദിക്കും. ഹീറോ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് അവന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ചിരിക്കുട്ടൻ പറയും, ഈ ഒരു 1 for all പവർ അത് ആക്ച്വലി മറ്റൊരു പവറിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന പവറാണ്. അപ്പൊ ചിരിക്കുട്ടൻ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങും. ആക്ച്വലി 300 കാലഘട്ടത്തിലാണ് സിറ്റിയിലുള്ള ജനങ്ങൾക്ക് സൂപ്പർ പവർ അത് കിട്ടാൻ തുടങ്ങിയത്. സൂപ്പർ പവർ ഇല്ലാത്ത ജനങ്ങള് അത് കണ്ട് പേടിച്ച് സൂപ്പർ ഹീറോസിനെ എല്ലാ സിറ്റികളിൽ നിന്നും ഓടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴാണ് സിറ്റിയിലേക്ക് മറ്റൊരുത്തൻ കടന്നു വന്നത്. അവൻ സിറ്റിയിലുണ്ടായിരുന്ന ഒരുപാട് പേരുടെ സൂപ്പർ പവർ അതടിച്ചു മാറ്റി അവന്റെ സൂപ്പർ പവറും അവന്റെ പേരും അവന്റെ സ്റ്റൈലും അതെല്ലാം തന്നെ ലോകത്തിന്റെ മുൻപിൽ കാണിച്ചു കൊടുത്ത് ഫേമസ് ആയി. പിന്നീട് അവന്റെ പവർ കണ്ട് ഒരുപാട് പേര് അവന്റെ കൂടെ ചേർന്ന് ആ ഒരു ടീമാണ് ജപ്പാൻ തന്നെ ഒരു കാലത്ത് ഭരിച്ചത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഇസുക്ക പയ്യൻ പറയും, അതെ ഇത് ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. അതിന് ചിരിക്കുട്ടൻ പറയും, ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവനെയും അവന്റെ ശിങ്കിടികളെ ഒതുക്കി സിറ്റി വീണ്ടും നോർമൽ ആക്കിയത്. അതിന് ഹീറോ ചോദിക്കും, ഈ ഒരു സ്റ്റോറിക്കും 1 for all പവറിനും ഇത് രണ്ടും തമ്മില് ഇപ്പൊ എന്താ ബന്ധം? അത് കേട്ട് ചിരിക്കുട്ടൻ അവൻ ടെററായിട്ട് ഇപ്പൊ ഹീറോയെ നോക്കും. ആൾ ഫോർ ആൾ പവർ അത് നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ ഒരു വില്ലനും. അവന് ഇഷ്ടമുള്ളവർക്ക് അവന് പവർ കൊടുക്കാനും തിരികെ എടുക്കാനും ഈസി ആയിട്ട് കഴിയും. അവൻ പവർ കൊടുക്കുന്ന ചില ബോഡികൾക്ക് മാത്രമേ ആ പവർ അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അങ്ങനെ കപ്പാസിറ്റി ഇല്ലാത്തവര് തൽക്ഷണം മരിച്ചു പോവും. ആ വില്ലന് അവന് സ്വന്തമായി ഒരനിയൻ മാത്രമേ ഉള്ളൂ. അവനൊരു ചിന്ന പയ്യനാണ്. മാത്രമല്ല അവന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അവന് ഒരു തരത്തിലുള്ള സൂപ്പർ പവേഴ്സ് ഇല്ല. അവൻ അവന്റെ ചേട്ടന്റെ പ്രവർത്തികള് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവനെ കൊണ്ട് കഴിയും പോലെ എപ്പോഴും അതിനെ ഓപ്പോസ് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. പലതവണ അവനവന്റെ ചേട്ടനെ തിരുത്താൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴൊക്കെ അവൻ പരാജയപ്പെട്ടു പോയി. അവസാനം അവന്റെ ചേട്ടൻ അവനെ ലോക്ക് ചെയ്ത് പിടിച്ച് അവനും ഒരു പ്രത്യേക സ്പെഷ്യൽ പവർ കൊടുത്തു. അതിലവൻ വല്ലാതെ ഡൗൺ ആയി തകർന്നു പോയി. ആദ്യം അവൻ അവന്റെ ബോഡിയില് പ്രത്യേകിച്ച് പവറൊന്നും അബ്സോർബ് ആയിട്ടില്ല എന്ന് കരുതും. പക്ഷെ പതിയെ പതിയെ അവന് മനസ്സിലാവും അവനും എന്തോ ഒരു സൂപ്പർ പവർ ഇപ്പൊ അവന്റെ ബോഡിയിലുണ്ടെന്ന്. അത് മനസ്സിലാക്കിയ ആ വില്ലൻ വീണ്ടും എന്തൊക്കെയോ ചില പവറുകള് അവന്റെ ബോഡിയിൽ ഡയല്യൂട്ട് ചെയ്ത് അവസാനം 1 for all പവർ അത് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഈ 1 for all പവർ അത് ക്രിയേറ്റ് ആയത്. അവന്റെ അനിയൻ ആ ഒരു പവർ ഉപയോഗിച്ച് ആ വില്ലനെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ അത് നടന്നില്ല. കാരണം അവന്റെ ചേട്ടന് അവന് വേറെയും ഒരുപാട് പവറുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ബ്രദറിന് വില്ലന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല വില്ലന്റെ അനിയന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പിന്നീട് അവൻ അവന്റെ പവർ ഫ്യൂച്ചർ ജനറേഷനിലേക്ക് കൈമാറാൻ തുടങ്ങി. ഫ്യൂച്ചർ ജനറേഷനിലുള്ളവർക്കെങ്കിലും അവന്റെ ബ്രദറിനെ അവനെ തകർക്കാൻ കഴിയണം എന്നവൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ കൈമാറിയാണ് ഈ ഒരു പവർ അത് എന്നിൽ എത്തിച്ചേർന്നത്. ഞാൻ ആ പവർ അത് എൻഹാൻസ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ആ വില്ലനെ തോൽപ്പിച്ചു. പക്ഷെ അവൻ വീണ്ടും തിരികെ വന്ന് ലീഗ് ഓഫ് വില്ലൻസിന്റെ ഒരു പുതിയ ഗ്യാങ് തന്നെ ക്രിയേറ്റ് ചെയ്തു. ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു ടീം അവര് വീണ്ടും തിരിച്ചു വരും. ഇനി അവരെ നേരിടേണ്ടത് ഞാനല്ല, മറിച്ച് നീയാണ്. അത് കേട്ട് നമ്മുടെ ചെക്കൻ അവൻ ഫുൾ പവറിൽ പറയും, എന്ത് സംഭവിച്ചാലും ആരൊക്കെ വന്നാലും ഞാൻ റെഡിയാണ്. എനിക്കൊരു കുഴപ്പമില്ല മാസ്റ്റർ എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നാ മാത്രം മതി. അപ്പൊ ചിരിക്കുട്ടൻ അവൻ എന്തോ ഒരു കാര്യം പറയാൻ വരും. പക്ഷെ അത് പറയാതെ നമ്മുടെ ചെക്കന്റെ തോളി തട്ടി അവനെ പറഞ്ഞു വിടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നെക്സ്റ്റ് ഡേ ക്ലാസ്സില് അവരുടെ മാസ്റ്റർ പറയും, ഇനി 1 മാസത്തേക്ക് നിങ്ങൾക്ക് സമ്മർ വെക്കേഷൻ ആണ്. അത് കേട്ട് നമ്മുടെ പിള്ളേര് അവര് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. അപ്പൊ മാസ്റ്റർ പറയും, ഈ ഒരു സമ്മർ വെക്കേഷനില് നിങ്ങൾക്ക് ഫോറസ്റ്റിൽ വെച്ചായിരിക്കും ട്രെയിനിങ് തരാം. അത് കേട്ട് ഡബിൾ ഹാപ്പി ആയിട്ട് അവരെല്ലാവരും ഇപ്പൊ പരസ്പരം ഫോറസ്റ്റ് ട്രെയിനിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങള് പറയാനായിട്ട് തുടങ്ങും. അതിന് മാസ്റ്റർ പറയും, ഈ ഒരു ഫോറസ്റ്റ് ക്യാമ്പ് അത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ ഫൈനൽ എക്സാമിന് നിങ്ങൾ നല്ല മാർക്ക് വാങ്ങണം. അഥവാ വാങ്ങിയില്ല എങ്കിൽ ട്രെയിനിങ് സമയത്ത് നല്ല ഡിഫിക്കൽട്ട് ടാസ്ക് അത് ഞാൻ നിങ്ങൾക്ക് തരും. പക്ഷെ അതേസമയം ഇവിടെ ഹീറോ അവൻ വീണ്ടും ചിരിക്കുട്ടൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആക്ച്വലി ചിരിക്കുട്ടൻ അവൻ ആ 1 for all പവറിനെ കുറിച്ച് പറഞ്ഞു.
പക്ഷെ അവനെക്കുറിച്ച് ഒരു കാര്യവും എന്നോട് പറഞ്ഞില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ സിറ്റിയിലുള്ള വലിയൊരു ബിൽഡിംഗ് കാണിക്കും. ആ ബിൽഡിങ്ങില് ഏതോ ഒരുത്തൻ അവനിപ്പോ ന്യൂസ് കാണാണ്. ഹീറോ കില്ലറിനെ അറസ്റ്റ് ചെയ്ത ആ ന്യൂസ് കണ്ട് അവൻ ഷോക്കാവും. ദിസ് ഈസ് അൺബിലീവബിൾ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാലും കുഴപ്പമില്ല, എല്ലാം എന്റെ പ്ലാനിങ് പോലെ തന്നെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അവന്റെ കൂടെ മറ്റ് രണ്ടാൾക്കാർ കൂടെ ഉണ്ട്. അവര് പറയും ഹീറോ കില്ലറിന്റെ ഫോളോവേഴ്സ് അവർ ഉറപ്പായിട്ടും ലീഗ് ഓഫ് വില്ലൻ ഗ്യാങ്ങില് മെമ്പേഴ്സ് ആവും. അതിനുശേഷം ആ ഒരു വലിയ ടീം ചിരിക്കുട്ടനെ അവനെ ഇല്ലാതാക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവര് സമ്മർ വെക്കേഷന് പോവാൻ റെഡി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.